Hi, in this video we are discussing a short poem of 20 lines titled How Many More Days Democracy by the Assamese poet Tanti. Tanti എന്ന ആസാമീസ് കവി എഴുതിയ 20 വരികളുള്ള ഒരു ചെറിയ കവിത. How many more days democracy? ജനാധിപത്യമേ ഇനി എത്ര നാൾ കൂടി? കവിത ചെറുതെങ്കിലും നല്ല ശക്തമായ കവിതയാണ്. എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കും. എന്നാൽ കേരളത്തിലുള്ള നമുക്ക് എന്താ ഈ കവിത ഇങ്ങനെ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. കാരണം നമ്മുടെ കേരളം പൊതുവെ ശാന്തമാണ്. എന്നാൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനമായ ആസാം അങ്ങനെയല്ല. എപ്പോഴും വഴക്കും വക്കാണവും ബോംബേറും കൊലപാതകവും ആക്രമണവും സർവത്ര അശാന്തി. അതുകൊണ്ട് അല്പം ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഈ കവിത നമുക്ക് നന്നായി മനസ്സിലാവും, കൂടുതൽ ആസ്വദിക്കുകയും ചെയ്യാം. സോ ഫ്രണ്ട്സ്, ദിസ് വീഡിയോ ഗിവ്സ് 3 things. Number 1, some background information. ആസാമിന്റെ ചരിത്രം എന്താണ്, അവിടുത്തെ സ്ഥിതി എന്താണ്, ഇതാണ് പശ്ചാത്തല വിവരം. Number 2, a brief introduction. And number 3, a short summary. So friends, here we go. Here is the background information. Tanti is a renowned Assamese poet. അറിയപ്പെടുന്ന ആസാംകാരനായ ഒരു കവിയാണ് Tanti. He was born in 1955 as the son of tea garden laborers. കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന ആസാമിലെ തേയിലത്തോട്ടങ്ങൾ, അവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികളായ മാതാപിതാക്കളുടെ മകനായി 1955 ജനനം. There has been no peace in Assam for more than half a century. ആസാമിനെ സംബന്ധിച്ചാണെങ്കിൽ കഴിഞ്ഞ അരനൂറ്റാണ്ടിലധികമായി സമാധാനം എന്ന് പറയുന്ന സാധനം ഉണ്ടായിട്ടില്ല. Tanti was born and lived in the midst of these troubles. ഈ അശാന്തി സൃഷ്ടിച്ച കുഴപ്പങ്ങൾക്കിടയിലാണ് നമ്മളുടെ കവി ടാന്റിയുടെ ജനനവും ഇന്ന് വരെയുള്ള ജീവിതവും. വയലൻസ്, ബ്ലഡ്ഷെഡ്, ഗറില്ല അറ്റാക്സ്, ലോസ് ഓഫ് ലാൻഡ് ആൻഡ് ലൈവ്ലിഹുഡ്. ഇൻ ഷോർട്ട്, there is no peace in Assam. നാട്ടിലാകെ അക്രമങ്ങൾ, രക്തച്ചൊരിച്ചിൽ, ഒളിപ്പോരാളി ആക്രമണങ്ങൾ, ജീവിതവും ഭൂമിയും നഷ്ടപ്പെടുന്ന ആളുകൾ. ചുരുക്കി പറഞ്ഞാൽ അശാന്തിയുടെ നാടാണ് ആസാം. There are 2 things at the heart of Assam's troubles. ആസാമിലെ കുഴപ്പങ്ങൾക്കൊക്കെ കാരണം പ്രധാനമായും 2 ആണ്. Number 1, infiltration by people from Bangladesh. ഒന്നാമതായി ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകളുടെ അനധികൃത നുഴഞ്ഞുകയറ്റം. The infiltration into Assam by outsiders such as Bengali migrants has led to ethnic tension between the indigenous population and the Bengali migrants. തേയിലത്തോട്ടങ്ങളിൽ പണിയെടുക്കാനെന്ന് പറഞ്ഞ് വരുന്ന ഈ ബംഗ്ലാദേശികളുടെ അനധികൃത നുഴഞ്ഞുകയറ്റം അവരും നാട്ടുകാരായ ആസാംകാരും തമ്മിലുള്ള നിരന്തര വംശീയ സംഘട്ടനങ്ങൾക്ക് വഴിവെച്ചു. As a result, there is periodic eruption of violence and bloodshed. അങ്ങനെ ആസാമിൽ കാലാകാലങ്ങളായി അക്രമങ്ങളും രക്തച്ചൊരിച്ചിലും പതിവായി. Number 2, the Bodoland issue. അതായത് ബോഡോലാൻഡ് വിഷയം. Bodos are the single largest tribal community in Assam. ആസാമിലെ ഏറ്റവും വലിയ ആദിവാസി സമൂഹമാണ് ബോഡോകൾ. These ethnic groups have controlled large parts of Assam in the past. ആസാമിന്റെ വടക്കൻ അതിർത്തി പ്രദേശത്തോട് ചേർന്നുള്ള പല സ്ഥലങ്ങളും ഈ ബോഡോസിന്റെ നിയന്ത്രണത്തിലായിരുന്നു. They have demanded a separate state called Bodoland. ബോഡോലാൻഡ് എന്ന പേരോടുകൂടിയ ഒരു പ്രത്യേക സംസ്ഥാനം വേണം എന്നതാണ് അവരുടെ ആവശ്യം. This being a separatist movement, the government deals with it stringently. ഈ വിഘടനവാദത്തെ സർക്കാർ അതിശക്തമായി നേരിട്ട് അടിച്ചമർത്തി. So there has been a lot of violence and a loss of lives in the name of this issue as well. അങ്ങനെ ബോഡോലാൻഡ് വിഘടനവാദികളും പോലീസും തമ്മിൽ അന്ത്യമില്ലാത്ത പോരാട്ടം, കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, രക്തച്ചൊരിച്ചിൽ. ഇത് ആസാമിൽ നിത്യസംഭവമായി മാറി. It is in this context that this poem is to be read, understood and appreciated. ഈ പശ്ചാത്തലത്തിൽ വേണം ഈ കവിത വായിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ആസ്വദിക്കേണ്ടതും. Well friends, this is the background information. Now a brief introduction. How many more days democracy is written in the context of the prolonged trouble-torn history and the cultural legacy of Assam. കഴിഞ്ഞ കുറെ കാലങ്ങളായുള്ള സംഘട്ടനങ്ങളുടെ ചരിത്രം, അസാമിന്റെ സാംസ്കാരിക പൈതൃകം, ഇവയുടെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള കവിതയാണ് How many more days democracy?
Communal tensions and separatist agitations have plagued Assam for several decades. വർഗീയ സംഘടനകളും വിഘടനവാദികളുടെ ആക്രമണങ്ങളും ദശാബ്ദങ്ങളായി അസ്സാമിനെ വേട്ടയാടുന്നു. In the poem, there is lamentation for the blood spilt, the mass deportations, and the oppression of the minorities. തെരുവിൽ ഒഴുകിയ രക്തം, ആളുകളുടെ നാടുകടത്തൽ, ന്യൂനപക്ഷങ്ങളുടെ നേർക്കുള്ള പീഡനം തുടങ്ങിയ കാര്യങ്ങളുടെ പേരിലുള്ള വിലാപം ഈ കവിതയിൽ നമുക്ക് കാണാം. The expectations raised by independence and democracy remain unfulfilled. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, ജനാധിപത്യം എന്നീ കാര്യങ്ങൾ ജനങ്ങളിൽ ഉയർത്തിയ പ്രതീക്ഷകൾ എങ്ങും എത്തിയില്ല. So the poet asks, is India really free? What has happened to our democracy? അങ്ങനെ കവി ചോദിക്കുന്നു, നമ്മുടെ ഭാരതം സ്വതന്ത്രയാണോ? നമ്മുടെ ജനാധിപത്യത്തിന് എന്തു പറ്റി? Now friends, what is democracy? Well, the famous president of the United States of America, Abraham Lincoln, once said, democracy is a government of the people, by the people and for the people. പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ ഒരിക്കൽ പറഞ്ഞു, ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ, ജനങ്ങളാലുള്ള, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സർക്കാരാണ്. But as far as the people of Assam are concerned, well, democracy is a government against the people. പക്ഷേ ആസാംകാരായ ആളുകളുടെ അനുഭവത്തിൽ വെച്ച് നോക്കുമ്പോൾ ഡെമോക്രസി, ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു പക്ഷേ ജനങ്ങൾക്കെതിരെയുള്ള ഒരു ഗവൺമെന്റ് ആണോ എന്ന് സംശയിച്ചേക്കാം. Because there has been no solution to these problems for a long time. Now friends, here is a short summary. The poet Samir Tanti addresses democracy. Oh, democracy! നമ്മുടെ കവി സമീർ ടാൻറ്റി ജനാധിപത്യത്തെ പേരെടുത്ത് വിളിക്കുകയാണ്. അല്ലയോ ജനാധിപത്യമേ, he asks how many more days he can go on like this. ഈ രീതിയിൽ ജനാധിപത്യത്തിന് എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയും? With its head down, knees bent and eyes closed. Well, there is no end to the ongoing acts of violence, destruction and shame. തല താഴ്ത്തി കാൽമുട്ട് വളച്ച് കണ്ണും പൊത്തി നിൽക്കുന്നു ജനാധിപത്യം. നിന്റെ പേരിൽ എന്തെല്ലാം അക്രമങ്ങളും നാശങ്ങളും ലജ്ജിപ്പിക്കുന്ന കാര്യങ്ങളുമാണ് ഇവിടെ നടക്കുന്നത്. The poet can hear the loud noise and confusion arising out of the violence and the bloodshed. ഈ അതിക്രമങ്ങളുടെയും രക്തച്ചൊരിച്ചിലിന്റെയും കോലാഹലങ്ങൾ കവിക്ക് കേൾക്കാം. When these shameful things happen, the nation, that is democracy, is silent and blind. ഈ ലജ്ജിപ്പിക്കുന്ന സംഭവങ്ങൾ നടക്കുമ്പോൾ ഡെമോക്രസി നിനക്ക് മൗനമാണ്, കണ്ണും കാണില്ല, അല്ലേ? The poet loves democracy from his heart. കവി ഡെമോക്രസിയെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നു. He wants to speak out, but he is afraid that something bad will happen to it. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയണമെന്നുണ്ട്, പക്ഷേ എന്തെങ്കിലും പറ്റിപ്പോകുമോ എന്ന ഭയമാണ്. He is afraid that if he asks, it will offend. എന്തെങ്കിലും ചോദിച്ചാൽ അബദ്ധമായി പോകുമോ എന്ന് ഭയം. There is so much darkness in its home. Democracy, നിന്റെ വീട്ടിനുള്ളിൽ കുറ്റാക്കൂരിരുട്ട്. But outside, there is a lot of light from violence. എന്നാൽ പുറത്തോ നല്ല വെളിച്ചം, അതിക്രമങ്ങൾ, അക്രമം നടക്കുന്നതിന്റെ വെള്ളി വെളിച്ചം. The poet wants to wish long life to democracy. കവിയെ സംബന്ധിച്ച് ഡെമോക്രസിക്ക് ദീർഘായുസ് നേടണമെന്നുണ്ട്. Before democracy becomes barren and it turns bloody, the poet wants to speak out for him. നിനക്ക് വന്ധ്യത ബാധിക്കുന്നതിന് മുൻപ്, രക്തം ചൊരിയുന്നതിന് മുൻപ് നിനക്ക് വേണ്ടി ഒന്ന് അലറി വിളിച്ചാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. The poet asks in a sad tone whether he might erase himself from the heart of democracy. ദുഃഖം കലർന്ന സ്വരത്തിൽ കവി ചോദിക്കുന്നു, നിന്റെ കണ്ണുകൾ നിറയുന്നതിന് മുൻപ് നിന്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ എന്നെ തന്നെ മായ്ച്ചു കളയട്ടെയോ? Friends, this is the summary. Thank you for being with me. I'll see you soon. Bye bye.